അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, വിശിഷ്ടാതിഥികളെ, സദസ്സിലെ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇവിടെ വലിയ ഒരു പ്രസംഗം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചാലും അതിന് കഴിയുന്ന ഒരാളല്ല ഞാനും. രണ്ടാമതായിട്ട് പ്രബോധനത്തിനെ പറ്റിയും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റിയും രീതിയെ പറ്റിയൊക്കെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച സ്വാഗത പ്രസംഗം മുതലും കൊണ്ടുള്ള എല്ലാ പ്രസംഗങ്ങളിലും പറഞ്ഞു കഴിഞ്ഞു. ഇനിയും കൂടുതലായി നീട്ടി എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെപ്പാടെ പറയാൻ തോന്നുന്നത്, പ്രബോധനത്തില് ഞാൻ 1974 മുതൽ ഇപ്പൊ ഈ 24 വരെ 50 കൊല്ലം അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. 2 നിരോധനങ്ങളടക്കം ഞാനും കൂടി അതിന്റെ കൂടെ ഉള്ള അവസരത്തിലാണ് സംഭവിച്ചത്. അപ്പൊ അത് എങ്ങനെയൊക്കെ പോയി എന്ന് മാത്രമല്ല, അത് ജനങ്ങളിൽ എന്ത് സ്വാധീനം സൃഷ്ടിക്കുന്നു എന്ന് എനിക്ക് തൊട്ടറിയാൻ എന്ന പോലെ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അഭിമാനിക്കുകയാണ്. യഥാർത്ഥത്തില് എനിക്കതിനെപ്പറ്റി ഒറ്റ വാക്കിൽ പറയാൻ കഴിയുക, ഒരു പുതിയ മതസങ്കല്പം, ദീനീ സങ്കല്പം കേരള മുസ്ലിങ്ങളിൽ സൃഷ്ടിക്കുക എന്ന ഒരു ദൗത്യമാണ് പ്രബോധനം ഇതുവരെ വഹിച്ചത്. പ്രബോധനം രംഗത്ത് വരുന്നതിന് മുമ്പ് പത്രങ്ങളിലൂടെ ആവട്ടെ, അന്നത്തെ വഴന്ന് സ്റ്റേജുകളിലൂടെ ആവട്ടെ നടന്നിരുന്ന ദീനീ ചർച്ചകൾ, പ്രബോധനം എന്ന് പറഞ്ഞാൽ, ദീനീ പ്രബോധനം എന്ന് പറഞ്ഞാൽ അത് വെറും കർമ്മശാസ്ത്ര പ്രശ്നങ്ങളെ പറ്റി പറയുക. ഒന്ന്, അതായത് ഞാൻ തന്നെ എൻ്റെ നാട്ടില് ഒരാഴ്ചയോളം നീണ്ട പ്രഹാരത്തിനെ പറ്റി ഒരാഴ്ചയോളം നീണ്ട മതപ്രസംഗം നടത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏതെല്ലാം വെള്ളം തൊട്ടാല് അതിലെ പൂച്ച തലട്ടാല് എങ്ങനെയാണ് ഒരു പാല് പിന്നെ നജസാവുക, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ. ഇത് പറയാൻ ആളുകൾ ഇതന്നെ തന്നെയാണ് മത വിജ്ഞാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉള്ള അതിന്റെ കാലഘട്ടത്തിലാണ് പ്രബോധനം എന്ന് പറഞ്ഞൊരു പത്രം. അപ്പൊ ആ കാലത്ത് പിന്നെ അന്ന് എന്റെ അറിവിലുണ്ടായിരുന്ന അൽബയാന് പോലുള്ള 1-2 പത്രങ്ങളാണ്. അതിലും ഇത്തരം 2-3 സംഗതികളാണ് വരുന്നത്. ഒന്ന്, കഴിഞ്ഞു പോയ മഹാന്മാരെ പറ്റിയുള്ള മദഹുകള്. രണ്ടാമതായിട്ടുള്ള ജമമുജകള് പറഞ്ഞു വരുത്തുന്ന വിദ്യാർത്ഥികള്, അവരെ മുബത്തദികൾ എന്നാ വിളിക്കുക. അവര് പ്രചരിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ എന്താ വെച്ചാല് അവര് പൂർവിക പണ്ഡിതന്മാരെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ മാലമൗലൂദ് പോലുള്ള മഹത്തായ ഇബാദത്തുകളെയൊക്കെ ആക്ഷേപിക്കുക, ശിർക്കാണ്, കുഫ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ യഥാർത്ഥത്തിൽ കാഫിറുകളായ ആളുകള് മുജാഹിദുകളും ജമാഅത്തുകളുമാണ് എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ അതാണ് വിശ്വാസപരമായിട്ട് ആദർശപരമായിട്ട് അന്ന് പത്രങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന 2 കാര്യങ്ങൾ. അതാ ഒന്ന്, ഫിഖിലുള്ള ഈ കുറെ പ്രശ്നങ്ങൾ. അതുപോലെ രണ്ടാമതായിട്ടുള്ളത് ഈ വിദ്അത്തുകളൊക്കെ ഇസ്ലാമീകരിക്കുക എന്നുള്ളത്. ഈ അവസ്ഥയിലാണ് അന്ന് ഈ പത്രങ്ങളൊക്കെ തന്നെ, മുജാഹിദ് പത്രങ്ങളായാലും ശരി, സുന്നി പത്രങ്ങളായാലും ശരി, അവര് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും, സുന്നി പത്രങ്ങളും മുജാഹിദീങ്ങളെയും ജമാഅത്തുകളെയും കാഫിറുകളാക്കിയിട്ടാണ് അവരുടെ ഉള്ളടക്കങ്ങൾ അത് അധികം അതാണ് ഉണ്ടാവല്. അതിൽ ഇടയ്ക്ക് പ്രബോധനം എനിക്ക് എന്റെ കയ്യിൽ കിട്ടുന്ന കാലത്ത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇസ്ലാം ഉണ്ട് എന്ന് അന്ന് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എൻ്റെ കസിൻ ബ്രദേഴ്സിൽ ചില ആളുകൾ ജമാഅത്തുമായിട്ട് ബന്ധപ്പെടുകയും അവർ പ്രബോധനം വാങ്ങുകയൊക്കെ ചെയ്തിരുന്നു. അവരിൽ നിന്ന് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ അത് കണ്ടപ്പോഴാണ് ഈ അൽബയാനും അൽമനാറ് പോലെ അല്ലാത്ത രീതിയിൽ മതത്തെ കൈകാര്യം ചെയ്യുന്ന, മതത്തെ മനസ്സിലാക്കുന്ന ഒരു സംഗതി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അതായത് അത് മറ്റ് 2 പത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് കാഫിറുകളായിരുന്നു. മുജാഹിദീങ്ങൾക്കായാലും ശരി, സുന്നികൾക്കായാലും ശരി, അതിന്റെ എതിർ പാർട്ടികളുള്ളത്. ഈ 2 പാർട്ടികൾക്കും ജമാഅത്തും കാഫിറായിരുന്നു. പക്ഷെ ഇത് രണ്ടും അല്ലാത്ത ആരെയും കാഫിറാക്കാതെ കണ്ടിട്ട് ചില ദീനീ വിഷയങ്ങൾ പറയാനും പഠിക്കാനും ജനങ്ങൾക്കുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു പത്രം എന്ന് ആദ്യമായിട്ട് കാണാൻ സാധിച്ചത്. അന്ന് മുതലേ എനിക്ക് പ്രബോധനത്തോട് ആ ഒരു കൂറ്, ഒരു സ്നേഹം തോന്നിയിരുന്നു.
പിന്നീട് യാദൃച്ഛികമായിട്ട് ഞാൻ അതിന്റെ പ്രവർത്തകനായി തീർന്നു. 19 കൊല്ലം പ്രവർത്തിച്ചു. അതിലിടയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു 19 കൊല്ലം പ്രവർത്തിച്ചു. അതിലിടയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു പുതിയ ഒരു യഥാർത്ഥ ദീനി സങ്കല്പം കേരള മുസ്ലിങ്ങളിൽ ഉണ്ടാക്കാൻ പ്രബോധനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രബോധനം എന്ന ആ നാമത്തിന് സാധൂകരിക്കുന്ന വിധത്തിൽ ഹദീസും ഖുർആനൊക്കെ ജനങ്ങൾ പഠിപ്പിക്കാനും പ്രബോധനത്തിന് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് പ്രബോധനത്തിന്റെ നേട്ടം. എന്താണ് എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിലിടയ്ക്ക് ഇപ്പോ നമുക്കറിയാലോ, ഒരുപാട് ആദ്യകാലത്ത് ഞാൻ പ്രബോധനം വായിക്കുന്ന കാലത്തല്ല, അതിന്റെ ശേഷവും എനിക്ക് പോലും അതിനൊക്കെ മറുപടി എഴുതേണ്ടി വന്നിട്ടുണ്ട്. ഈ രാഷ്ട്രീയമായ ഒരു മാനം ഇസ്ലാമിനുണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയൊരു അപരാധമായിട്ട് നമ്മളെ പുരോഗമന പ്രസ്ഥാനങ്ങൾ വരെ അന്ന് പറഞ്ഞിരുന്നു, പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഈ അന്ന് മതരാഷ്ട്രവാദം ഇതൊക്കെ അതുപോലൊക്കെ ആക്ഷേപിച്ചു കൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ ആ വാദങ്ങള് നമ്മുടെ നേരെ, ഇസ്ലാമിന്റെ നേരെ, ജമാഅത്തിന്റെ നേരെ അത്രയധികം ഉന്നയിക്കാറില്ല. ഇപ്പൊ ഒരു അമ്മോശനും മരുമകനും ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിന് രാഷ്ട്രവാദമാണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ അത്ര കാര്യമാക്കേണ്ട, മുസ്ലിം സാമാന്യ ജനങ്ങളെ ഈ വാദത്തിൽ നിന്നൊക്കെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവര് യഥാർത്ഥ മതത്തിൽ ദീനുമുണ്ട്, അതിൽ സാമ്പത്തിക ശാസ്ത്രമുണ്ട്, സാമൂഹ്യ ശാസ്ത്രവുമുണ്ട്, രാഷ്ട്രമീമാംസയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരവസ്ഥ കേരള മുസ്ലിങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രബോധനം വഹിച്ച പങ്ക് ചില്ലറയൊന്നുമല്ല. ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ മുഖപത്രമായ പ്രബോധനവും തന്നെയാണ്. ഇത്രയും മാത്രമാണ്. അതിന്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കാൻ 19 കൊല്ലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വൈകിയ വേളയിൽ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അസ്സലാമു അലൈക്കും.